നമസ്കാരം. ഐ മീഡിയയിലേക്ക് സ്വാഗതം. MP രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ സമരം നിരവധി തവണ പോലീസുകാർക്ക് പ്രവർത്തകർക്ക് നേരെ ജലപീരമായി. ശക്തമായി പ്രവർത്തകർ പ്രതികരിക്കുമ്പോൾ പോലീസുകാർ ആത്മസമ്മാനം പാലിക്കുകയാണ്. ജീവൽ പ്രശ്നങ്ങൾക്ക് പുനരധിവാസത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുത്തരവാകുവാൻ 16 കമ്പനിക്ക് വഴിവിട്ട കരാർ കൊടുക്കുവാൻ വേണ്ടി 24 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ആ ഡംപി ഹേസ്റ്റ് ഈ നാട്ടിൽ അഴിമതി നടത്തിയിട്ടുള്ളത്. ഒയാസിസ് എന്ന ഈ കമ്പനി പാലക്കാട് തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ ചീഫ് പാർട്ണറായിരുന്നു, ചീഫ് സ്പോൺസറായിരുന്നു. CPM 3ാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്നതിന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. അവിടെ UDF-ന്റെ സെക്കൻഡ് സീറ്റിൽ മത്സരിച്ച നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ, അത് കട്ടൗട്ടുകളുടെ രൂപത്തിലാകട്ടെ, പോസ്റ്ററുകളുടെ രൂപത്തിലാകട്ടെ, ബോർഡുകളുടെ രൂപത്തിലാകട്ടെ, BJP-ക്കാർ കൊടുത്ത പർച്ചേസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ, ഓർഡിനറി അടിസ്ഥാനത്തിലാകട്ടെ, എല്ലാ രീതിയിലും അവിടെ ഏറ്റവും പണം ചെലവഴിച്ചു. ഈ പണം ബഹുമാനായ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ലാവിഷായി പണം ചിലവഴിച്ചത് ഒയാസിസിന്റെ പണമാണ്. അവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും ഒയാസിസിന്റെയും സ്ഥാനാർത്ഥികളാണ് നമുക്ക് പരാജയം ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഒയാസിസ് എന്ന ഈ രാജ്യത്തെ ഡൽഹി ആ ഉത്തരവിനകത്ത് കൊടുത്തിരിക്കുന്ന താമ്രപത്രങ്ങൾ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ശ്ലാഘനീയമായി ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും ബൃഹത്തായ കമ്പനിയുടെ പ്രത്യേകത എന്താ? ആ കമ്പനിയുടെ ഡയറക്ടർമാരിലൊരാൾ കള്ളപ്പണ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ഈ കമ്പനിയാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതിയാണ്. പഞ്ചാബിലെ